ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ദേവേട്ട, അത്രയും ഉത്സാഹത്തിൽ അവളുടെ ശബ്ദം അവൻ കുറേ നാളുകൾക്ക് ശേഷം കേൾക്കുകയായിരുന്നു. അവളുടെ ആ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായെങ്കിലും അവനത് ഭാവിച്ചില്ല. എന്തേ, വലിയ സന്തോഷത്തിലാണല്ലോ. അതെ, അച്ഛൻ സമ്മതിച്ചു. ഉവ്വോ, പിന്നെ എന്നെ ഓർത്തിട്ടൊന്നും അല്ലാട്ടോ. ഉത്സവം കൂടാതെ അമ്മയ്ക്ക് പറ്റുമോ? ജനിച്ചതിൽ പിന്നെ ഇതുവരെ മുടക്കിയിട്ടില്ലല്ലോ. അമ്മയെ സങ്കടപ്പെടുത്തണ്ടാന്ന് കരുതിയിട്ടാവും. പിന്നെ സീതമ്മ ദൈവത്തിന്റെ പേരിൽ ഒന്ന് ചെറുതായി ഭീഷണിപ്പെടുത്തിയിട്ടും ഉണ്ടാവും. അതാണ് ഇത്രയും സന്തോഷം. അതെന്നെ, ഞങ്ങൾ നാളെ വരും. എന്നാ വെച്ചോ, കറണ്ട് ഉണ്ടാക്കിക്കോ കേട്ടോ. അവൾ ഫോൺ കട്ട് ചെയ്തു. അവളുടെ ഉമ്മ കേട്ട് അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇനി കുറച്ചു ദിവസം അവൾ തനിക്കൊപ്പം ഉണ്ടാവും എന്നത് അവനിൽ സന്തോഷം നിറച്ചു. അടുത്ത നിമിഷം ദേവന് കഴിഞ്ഞ രാത്രി ഓർമ്മ വന്നു. മാധവമാമയുടെ കോൾ അല്പം ഭയത്തോടെയാണ് അറ്റൻഡ് ചെയ്തത്. അന്ന് ആവണിയെയും കൂട്ടി പോയ ശേഷം അവർ പരസ്പരം കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല. ഹലോ ദേവ, സുഖമല്ലേ നിനക്ക്? അതെ. ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? എല്ലാം തയ്യാറായോ? ആയി വരുന്നു. ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചാ, നാളെ ആവണിയും സീതയും അവിടേക്ക് വരും. ഉത്സവത്തിന്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞേ അവർ മടങ്ങി പോരുകയുള്ളൂ. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ഈശ്വര കാര്യത്തിന് തടസ്സം നിൽക്കണ്ടെന്ന് കരുതിയിട്ടാ. കഴിഞ്ഞതൊന്നും ഇനി ആവർത്തിക്കരുത്. എൻ്റെ കുട്ടി എല്ലാ തരത്തിലും സേഫ് ആയിരിക്കണം. ഇതൊരു അച്ഛൻ്റെ അപേക്ഷയൊന്നുമല്ല, മാധവൻ തമ്പിയുടെ താക്കീതാണ്. ഞാൻ പറഞ്ഞത് അതേ അർത്ഥത്തിൽ നിനക്ക് മനസ്സിലായല്ലോ? ഉവ്വ്. എന്നാ ശരി. കോൾ കട്ടായി. സതീദേവിയുടെ സേഫ്റ്റി എന്നും മഹാദേവന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഇനി എന്നും, അവൻ പുഞ്ചിരിയോടെ സ്വയം പറഞ്ഞു. തറവാട് വക ക്ഷേത്രത്തിലെ ഉത്സവമാണ്. കാലാകാലങ്ങളായി നടന്നു പോരുന്ന ഉത്സവത്തിന് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെയാണ്. തറവാടുമായി ബന്ധമുള്ള എല്ലാവരും ഈ സമയത്ത് തറവാട്ടിലുണ്ടാവും. ആദ്യം മാധവൻ തമ്പി ഉത്സവത്തിന് തറവാട്ടിലേക്ക് പോകുന്നത് വിലക്കിയെങ്കിലും പിന്നീട് ഉപാധികളോടെ സമ്മതിക്കുകയായിരുന്നു. ആവണി വരുന്നു എന്നത് ദേവനിൽ സന്തോഷമുണ്ടാക്കി. ആവണി ആവട്ടെ എത്രയും വേഗം നാളെ ആയാൽ മതിയെന്ന മട്ടിലും. കൊണ്ടുപോകാനുള്ളതെല്ലാം അവൾ വേഗത്തിൽ പാക്ക് ചെയ്തു. ആ സന്തോഷം ആയിഷിനെ വിളിച്ചറിയിക്കാനും അവൾ മറന്നില്ല. നാളെ ഉത്സവത്തിനായുള്ള പ്രാരംഭ ചടങ്ങുകൾ ഉള്ളതിനാൽ ദേവൻ അതിനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. എങ്കിലും അവന്റെ ചെവിയിൽ ആവണിക്ക് വേണ്ടി ബ്ലൂടൂത്ത് ഓൺ ആയിരുന്നു. ആവണി തന്റെ കൂടെ ഉള്ളതുപോലെ അവനും താൻ തറവാട്ടിൽ ദേവനൊപ്പമാണെന്ന് അവൾക്കും തോന്നി. ദേവൻ കോൾ കട്ട് ചെയ്യാതെ മണിക്കൂറുകളായി ആരോടോ സംസാരിക്കുന്നത് ഉമ മനസ്സിലാക്കി. അവൻ ഇടയ്ക്കൊക്കെ മൂളുകയും പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി പറയുകയും ചെയ്യുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ആരെങ്കിലും അടുത്തുള്ളപ്പോൾ ബ്ലൂടൂത്ത് വെറുതെ ചെവിയിൽ തിരികെ വച്ചിരിക്കുന്നത് പോലെ അവൻ പെരുമാറുന്നത് ഉമയിൽ സംശയങ്ങളുണ്ടാക്കി. ദേവേട്ട, ഉമയുടെ ശബ്ദം ഫോണിലൂടെ ആവണിയും കേട്ടു. ദേവേട്ടൻ ആരോടായി സംസാരിക്കണേ? എത്ര നേരമായി? ഉമയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ദേവൻ ഒന്ന് പരിഭ്രമിച്ചു. നിനക്ക് എന്താ ഉമേ? എനിക്ക് പലരോടും സംസാരിക്കാനുണ്ടാവും. എല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ? ദേവൻ ഇഷ്ടക്കേടോടെ പറഞ്ഞു. ദേവന്റെ മറുപടി കേട്ട് ഉമയുടെ മുഖം മങ്ങി. ആവണി എല്ലാം കേൾക്കുന്നുണ്ട് എന്നത് അവനിൽ അസ്വസ്ഥതയുണ്ടാക്കി. എന്താ ദേവേട്ടാ, ഞാൻ അറിഞ്ഞു എന്ന് വെച്ച് എന്താ? അതോ ഇനി ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ലവരും ആണോ? അതെ, നീ അറിയാൻ പാടില്ലാത്തതാ. നീ നിന്റെ പണി നോക്കുമേ. ദേവേട്ടാ, ഫോൺ വെച്ചോ? ആവണിയുടെ നനവാർന്ന ശബ്ദം അവന്റെ കാതുകളിലെത്തി. അവൾക്ക് എവിടെ നിന്നൊക്കെയോ സങ്കടം പൊട്ടി വന്നു. ദേവൻ ഉമയുടേതാണ് എന്ന ആ ഓർമ്മപ്പെടുത്തൽ അവളിൽ ഒരു തളർച്ചയുണ്ടാക്കി. ആവണി കോൾ കട്ട് ചെയ്തത് അവൻ അറിഞ്ഞു. ദേവന് അരിശം ഇരച്ചു കയറി. ആവണിയോടുള്ള സ്നേഹ കൂടുതൽ അവനിൽ ഉമയോടുള്ള അരിശമായി മാറുന്നത് മനസ്സിലാക്കാനുള്ള സുബോധം അപ്പോൾ ആവണിയോടുള്ള പ്രണയത്തിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഉമ വ്യക്തമായി ഒന്നും മനസ്സിലാകാതെ സങ്കടത്തോടെ നിന്നു. ദേവൻ നേരെ പോയത് കുളക്കടവിലേക്കായിരുന്നു. അവൻ ആവണിയുടെ നമ്പർ ഡയൽ ചെയ്തു. അവൾ ഫോൺ അറ്റൻഡ് ചെയ്തെങ്കിലും തന്റെ സങ്കടം ദേവൻ അറിയേണ്ടെന്ന് കരുതി മൗനം പാലിച്ചു. പക്ഷെ ദേവൻ അത് മനസ്സിലാകുമായിരുന്നു. ആവണി, എന്തേ? ഒന്നുമില്ല. ആ സിറ്റുവേഷനിൽ നിന്നും അവളെ പുറത്തേക്ക് കടത്താൻ അവൻ പല കാര്യങ്ങളും
പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ പഴയതുപോലെയായി. താൻ എങ്ങനെയാണ് അവളിൽ ഇത്രമാത്രം സ്വാധീനം നേടിയതെന്ന് അവൻ അത്ഭുതത്തോടെ ഓർത്തു. ആവണിയും സീതയും വരുന്നതിൽ തറവാട്ടിൽ എല്ലാവരും സന്തോഷിച്ചെങ്കിലും ഒരാശങ്ക എല്ലാവരിലും ശേഷിച്ചു. ഉമയിൽ അത് കൂടുതലായി വളർന്നുകൊണ്ടിരുന്നു. ദേവനെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് അവൾ ഭയന്നു. തറവാട്ടിലേക്ക് പോകാനുള്ള ആവണിയുടെ ഉത്സാഹം സീതയും മാധവനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നാളുകൾക്ക് ശേഷം അവിടേക്ക് പോകാൻ സീതയുടെ മനസ്സും ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. കാറിൽ കയറിയത് മുതൽ ആവണി ദേവനോട് ടെക്സ്റ്റ് മെസ്സേജിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ നിമിഷവും അവൻ അരികിലേക്ക് ഓടിയെത്താൻ അവളുടെ മനസ്സ് കൊതിച്ചുകൊണ്ടിരുന്നു. ദേവന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് കടന്നതും അവൾ പുറത്തിറങ്ങി ദേവനെ കോൾ ചെയ്തു. എത്തിയില്ലേ? അവരെ പ്രതീക്ഷിച്ച് എല്ലാവരും ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. പഴയ ആവണിയിൽ നിന്നും അവൾ ഒരുപാട് മാറിയത് കണ്ട് അവൾ പഴയതെല്ലാം മറന്നു എന്ന് കരുതി അവരും സന്തോഷിച്ചു. ഉമ്മറത്ത് ദേവനെ കാണാൻ ആവണി ഫോണിലൂടെ പതിയെ ചോദിച്ചു, ദേവേട്ടൻ ഇത് എവിടെയാ? ഞാൻ അകത്തുണ്ട്. എന്തേ പുറത്തേക്ക് വരാത്തെ? ഒന്നുമില്ല. അപ്പോഴേക്കും എല്ലാവരും അത്യാവശ്യം കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറിയിരുന്നു. അതുവരെയും ദേവനെ കാണാഞ്ഞ് സീത ചോദിച്ചു, ദേവൻ എവിടെ? അവൻ അകത്തുണ്ടാവും. പിണക്കത്തിലാണോ അവൻ? എന്തേ പുറത്തേക്ക് വരാതെ? അങ്ങനെയൊന്നുമില്ല സീതേ, അവൻ എന്ത് പിണക്കം? പിന്നെ ഉമയോടായി പറഞ്ഞു, ഉമേ ദേവന് വിളിക്കൂ. ദേവൻ ഫോണിലൂടെ അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഉമയുടെ കണ്ണുകൾ അറിയാതെ ആവണിയിലേക്ക് നീണ്ടു. അവളെ ഒന്ന് നോക്കിയ ശേഷം അവൾ അകത്തേക്ക് പോയി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഉമയ്ക്കൊപ്പം ദേവൻ പുറത്തേക്ക് വന്നു. നാളുകൾക്ക് ശേഷം സീത അവനെ കാണുകയായിരുന്നു. ആയമ്മ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ മുകർന്നു. മറന്നോടാ നീ എന്നെ? എന്താ സീതമ്മേത്? ഞാൻ മറക്കാനോ? അവൻ അവരുടെ കണ്ണുകളിൽ പൊടിഞ്ഞ സ്നേഹത്തിന്റെ നീർക്കണങ്ങൾ തട്ടിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേവേട്ടൻ ആവണിയോട് എങ്ങനെയാവും പെരുമാറുക എന്നറിയാൻ ഉമയിൽ അതിയായ ആകാംക്ഷയുണ്ടായിരുന്നു. അവൻ ആവണിയുടെ മുഖത്തേക്ക് നോക്കി വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. ഒരാത്മാവായി ജീവിച്ചവർ ഒരുപാട് അകലേക്ക് അകന്നു പോയെന്ന് കണ്ടു നിന്നവർ ധരിച്ചു. ഉമയ്ക്ക് അത് വലിയ ആശ്വാസമായി. പക്ഷെ മുന്നോട്ട് വീണ മുടിയിഴകൾ പിന്നോട്ടാക്കിയപ്പോൾ ആവണിയുടെ ചെവിയിൽ ഒരു ബ്ലൂടൂത്ത് കണ്ടത് ഉമയിൽ ചെറിയൊരു സംശയമുളവാക്കി. എങ്കിലും അത് തന്റെ മനസ്സിന്റെ ആശങ്കയെന്ന് കരുതി അവളത് മനഃപൂർവ്വം മറന്നു കളഞ്ഞു. ആവണിക്ക് അവളുടെ റൂം തന്നെ വൃത്തിയായി ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ആവാൻ പോലും നിൽക്കാതെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ആവണി പുറത്തേക്ക് പോയി. എവിടേക്കാ കുട്ടി? ചുമ്മാ. എത്ര നാളായി അമ്മേ ഞാൻ ഇവിടേക്ക് ഒന്ന് കണ്ടിട്ട്. നീ ഒറ്റയ്ക്ക് പോവണ്ട, ദേവനെ. സീത പറഞ്ഞു നിർത്തി. പണ്ടത്തെ ശൈലിയിൽ പറഞ്ഞു പോയെങ്കിലും നാവ് പിഴച്ചു എന്ന് വിചാരിച്ച് സീത പെട്ടെന്ന് നിർത്തി. എല്ലാവരുടെയും മുഖം മങ്ങിയെങ്കിലും ആവണി അങ്ങനെയൊന്ന് സീത പറഞ്ഞതായി പോലും ഗമനിക്കാതെ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ദേവൻ പെട്ടെന്ന് തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. തിരിയുന്നതിനിടയിൽ എവിടേക്കാ എന്ന് അവൻ പതിയെ ചോദിച്ചത് ഉമ വ്യക്തമായി കേട്ടു. അവളിൽ സംശയത്തിന്റെ പുൽക്കൊടികൾ നാമ്പെടുക്കാൻ തുടങ്ങി. ആവണി നേരെ പോയത് കുളത്തിലേക്കായിരുന്നു. ആ പടികളിൽ കാൽ വെച്ചതും അവളുടെ ഹൃദയം ആർദ്രമായി. പ്രണയത്തിന്റെ പൂക്കൾ, ദേവനോട് മാത്രമുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ പനിനീർ പൂക്കൾ അവിടമാകെ സുഗന്ധം പരത്താൻ തുടങ്ങി. അവൾക്കപ്പോൾ തന്നെ ദേവനെ കാണണം എന്ന് തോന്നി. എനിക്കിപ്പൊ തന്നെ ദേവേട്ടനെ കാണണം. ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ, അവൻ കളിയോടെ പറഞ്ഞു. ആ കൽപ്പടവുകളിൽ തന്നെ കാത്ത് അവൾ ഉണ്ടെന്ന ചിന്തയിൽ അപ്പോഴേക്കും അവന്റെ കാലുകൾ അവളെ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങിയിരുന്നു. അവൻ അറിയാതെ വേറെ 2 പാദങ്ങളും അവനെ പിന്തുടർന്നു.